എല്ലാവർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ED റെയ്ഡിന് ശേഷമുണ്ടായ ചില പോലീസിൻ്റെ നിഗമനങ്ങളാണ്. കഴിഞ്ഞ ദിവസം ED റെയ്ഡിന് ശേഷം EDയുടെ വാഹനം ആക്രമിക്കപ്പെട്ടു. ആ ആക്രമണത്തിൽ ED ഉദ്യോഗസ്ഥന്മാർക്ക് പരിക്കേറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറേ പ്രതികളെ പോലീസ് അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. CPM നേതാക്കന്മാർ വിട്ടുകൊടുക്കുന്ന രീതിയിൽ അവിടെ നിന്ന് തന്നെ കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു. 4-5 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം കുറേ പ്രതികളെ അടുത്ത ദിവസം അറസ്റ്റ് ചെയ്തു. എന്നാൽ കൂടുതൽ ആളുകളെ പിന്നീട് ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് വളരെ വിപുലമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത്രയും ആളുകൾ അവിടെ എങ്ങനെയാണ് കൂടിയത്, ഈ ആളുകളെ ആരാണ് അവിടേക്ക് വിളിച്ചു വരുത്തിയത്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ പല നേതാക്കന്മാരും കുരുങ്ങും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം EDയുടെ അന്വേഷണം അങ്ങനെ വിപുലമായ രീതിയിലാണ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും ആ പ്രദേശത്തുള്ള നേതാക്കന്മാരായിട്ടുള്ളവരുടെ എല്ലാം ഫോൺ നമ്പറുകളും അവരുടെ ഫോൺ റെക്കോർഡുകളും ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകൾ ഒരുമിച്ച് എങ്ങനെ സംഭവ സ്ഥലത്തെത്തി? ഇതൊരു സാധാരണ പ്രതിഭാസമായിട്ട് EDക്ക് ഇതിനെ കാണാൻ കഴിയുന്നില്ല. ഇപ്പം അന്വേഷണ ഏജൻസികൾ അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആരെല്ലാം ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നു, ആരാണ് ആളുകളെ വിളിച്ചു കൂട്ടിയത്, ആക്രമണത്തിന് മുമ്പ് നടന്ന ആശയവിനിമയങ്ങൾ എന്തൊക്കെ, ഇതാണ് ED പരിശോധിക്കുന്നത്. നേതാക്കളുടെ ഫോൺ രേഖകളും എല്ലാം പരിശോധിക്കപ്പെടും. വീഡിയോ ദൃശ്യങ്ങൾ, കോൾ വിവരങ്ങൾ, ലൊക്കേഷൻ ഡേറ്റ ഇതെല്ലാം ഇവർ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന് പലരെയും അറസ്റ്റ് ചെയ്തു. ഇനിയും കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പ്രതിഷേധമല്ല, ഒരു ആസൂത്രിത നീക്കമാണ്, ഒരു ഗൂഢാലോചനയാണ് എന്ന രീതിയിലാണ് ഈ കേസ് മുമ്പോട്ട് പോകുന്നത്. ചില പ്രാദേശിക നേതാക്കന്മാർ അവിടേക്ക് വരാനായി ചില പ്രവർത്തകരെ ഫോൺ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ഓഡിയോകൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്, അത് പുറത്തായിട്ടുണ്ട്. ആ ഓഡിയോ ചില ചാനലുകൾ അവർ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നിരവധി ഇത്തരത്തിലുള്ള ഓഡിയോകൾ EDയുടെ കൈവശമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോൺ രേഖകൾ അവർ പരിശോധിച്ചു. ഫോൺ വിളിക്കുന്ന പലരെയും ഫോൺ വിളിച്ച് സംഭവ സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നതായിട്ടുള്ള വീഡിയോ ഉണ്ട്. അവിടെ എത്തിയ മുൻ MLAമാർ, മുൻ മന്ത്രി, MP മാർ അടക്കമുള്ള എല്ലാവരും ഈ കേസിൽ ഉൾപ്പെടുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇനി വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ആരൊക്കെ അകത്താവും, ആരൊക്കെ പുറത്താവും എന്ന് നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. അടുത്തൊരു വിഷയമായി നമുക്ക് പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.